പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടുക്കണം. സ്കൂൾ അടച്ചപ്പോൾ തൊട്ട് കേശു അവിടെ കിടന്നേ ഭയങ്കര വഴക്കായിരുന്നു. കേശുവിന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ മിനിങ്ങാന്ന് പോയി അവിടെ നിന്ന് കേശുവിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല, ഇഷ്ടംപോലെ പണിയുണ്ട്. തരട്ടെ? പഠിപ്പിക്കാം. അറിയത്തില്ല, പഠിപ്പിക്കാം. അറിയാമെങ്കിൽ ചെയ്യാൻ കൂടിയാൽ മതി. ഓ, നമുക്കേ കുറെ പുളി ഇരിപ്പുണ്ട്, അതെല്ലാം വെയിലത്ത് വെക്കണം. കുറച്ചും കൂടെ ഉണ്ട്, അതോടെ വെക്കണം. പുളി വൈകിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിന്റെ കുരുവൊക്കെ കുത്തിയെടുക്കണം. അതിന്റെ കുരു മുഴുവൻ നമുക്ക് കുത്തിയെടുക്കണം. ബാക്കിയും കൂടെ നമുക്ക് വെയിലത്ത് നിരത്തി വെച്ചിട്ട് വരാം. യേശുവിന് പറ്റിയ പണിയാട്ടോ. ഞാൻ തരാം, അതങ്ങോട്ട് നിരത്തി വെച്ചാൽ മതിയേ. അങ്ങോട്ട് നിരത്തി വെച്ചോ. അങ്ങനെ ഇടാതെ അടുക്കി വെച്ചാൽ എന്നാലേ നമുക്ക് കൂടുതൽ വെക്കാൻ പറ്റത്തുള്ളൂ. വലിയത് നല്ല പുളിയോ അല്ലേ? മുഴുത്ത പുളിയാ ഇതേ. ഒന്ന് വെയിൽ കൊണ്ട് ഉണങ്ങുവാണെങ്കിൽ കുരു കുത്താൻ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് ഇത് ഒട്ടിപ്പിടിക്കും. വെയിലത്തുനിന്ന് എടുത്ത് അപ്പോഴേ കുരു കുത്തുവാണെങ്കിൽ കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കും. കഴിക്കാൻ വിളിച്ചിട്ടേ ഒരാൾക്ക് മാത്രമേ വിശപ്പുള്ളൂ കേട്ടോ. ഒരാൾ മാത്രമേ കഴിക്കാൻ വന്നുള്ളൂ. പണിയെടുത്തവർക്ക് മാത്രമല്ലേ വിശപ്പുള്ളൂ അല്ലേ യേശു? എത്ര ഇടിയപ്പം കഴിക്കും? 3 എണ്ണം? ഒരെണ്ണമൊന്നുമല്ല, ഇത് ഒരെണ്ണമാ. ഒരെണ്ണോടെ വെക്കട്ടെ? അത് കഴിക്ക്. യേശു ഉണ്ടല്ലോടാ, ഈ പാത്രം കണ്ടിട്ടേ ഇത് എൻ്റെ വീട്ടിലെ പാത്രമാണ്. അവൻ്റെ വീട്ടിൽ ഇതുപോലത്തെ പാത്രം ഉണ്ടായിരുന്നു, അത് കാണാതെ പോയി. അതാണോ ഇതൊന്ന്? ആണോ? ചാറൊഴിക്കട്ടെ? എന്നാ സാധനം? ഞങ്ങൾ ഒരു സാധനം മാത്രമേ എടുത്തുള്ളൂ നിന്റെ വീട്ടിൽ നിന്ന്. നല്ല വിളഞ്ഞൊക്കെയാണോ? നല്ല വിളഞ്ഞതല്ല. അതെങ്ങനെ ചക്ക കണ്ട അന്നേരം പിന്നെ വിളഞ്ഞാണോ വിളയാത്താണോ ഒന്നും നോക്കുന്നില്ല. ഞാനിപ്പോ ഇന്നൊരു പറമ്പ് ഒരു 5-6 ഏക്കർ സ്ഥലം നോക്കാൻ പോയിരുന്നേ. അപ്പോൾ ചെന്നപ്പോ ആ പറമ്പിനകത്ത് നിറയെ ഇഷ്ടം പോലെ പ്ലാവേ മുറയും ചക്ക കിടക്കുക. ഞാൻ അവിടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ചക്ക വിളഞ്ഞാണോ ചോദിച്ചു. പിന്നെ ഇഷ്ടം പോലെ വിളഞ്ഞ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ വിളവായി വരുന്നതേ ഉള്ളൂ. പുള്ളി പറഞ്ഞു ഞാൻ 2 ഇട്ട് തരാമെന്ന് പറഞ്ഞു. പുള്ളി ഉടനെ രേണിയൊക്കെ എടുത്ത് പോയി പ്ലാവയ്ക്ക് ചെവിണ്ട വെച്ചിട്ട് 2 ഇട്ടെന്ന് പറഞ്ഞു. ബീച്ചാറിനും കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാനും എടുത്തു. പക്ഷെ ഇതേ നല്ലപോലെ വിളഞ്ഞില്ല. പക്ഷെ നല്ല കളറില്ലേ ഇവിടെ ഇങ്ങനെ? എത്ര വിളഞ്ഞാന്ന് പറഞ്ഞിട്ട് ഇനി ഇതിലും വിളഞ്ഞായിരിക്കും ചിലപ്പോൾ മറ്റേ ചക്ക. ഇവിടുത്തെ ചക്ക അങ്ങനെ വിശ്വസിച്ച് നമുക്ക് പറിക്കാനും പറ്റത്തില്ല. നല്ലപോലെ വിളഞ്ഞത് കണ്ടാലും ഉണ്ടല്ലോ, കട്ടിയാ, നല്ല കട്ടിയാ. ചക്ക വേണോ കേശു? വേണ്ടാതെ നിന്റെ അവധി എങ്ങുണ്ട്? 1 മാസം ഇനിയിപ്പോൾ അവധി തീർന്നിട്ടില്ലേ പോകുന്നുള്ളൂ? പിന്നെ ഇന്നോ? ഇന്ന് പിന്നെ ആര് കൊണ്ടുപോടാൻ? അയ്യോ, കേശുവിന് തരാന്നോർത്തുണ്ടായിരുന്നു ഞങ്ങള് ചക്ക വേവിക്കുന്നത്. നിന്നെയും നിനക്ക് തരാനാണ് ചക്ക വേവിക്കുന്നത്. നീ വന്നതുകൊണ്ടാ. എങ്ങനെയാ? അതോ ചക്കയും കാന്താരിയും മതിയോ? അതിനെ കണ്ടിട്ട് ഏത് ഷേപ്പാ തോന്നുന്നേ? ഇതോ? കൊറോണയുടെ ഷേപ്പൊക്കെ തോന്നുന്നുണ്ടോ? ഇത് തന്നെയാണോ സുഖിയൻ? സുഖിയനാ ആണോ? അങ്ങനെയും വിളിക്കാം അല്ലേ? നാളെ 4 മണിക്ക് നല്ല കടുങ്കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ, നാടൻ സുഖിയൻ. ശരിക്കും എന്നാ സംഭവിച്ചെന്നറിയോ? ഞാൻ ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വേവിച്ചതായിരുന്നു. അപ്പൊ പയർ ഇച്ചിരി കൂടുതൽ വന്നു. എങ്കിൽ പിന്നെ 4 മണിയാകുമ്പോ വരെ പറ്റിക്കാലോ എന്ന് വിചാരിച്ച്. പിള്ളേരെ പറ്റിക്കാനായിട്ട് ഉണ്ടാക്കിയ സുഖിയൻ. അത് കൊള്ളാം. ഇതാകുമ്പോ ഒരു കടുങ്കാപ്പിയും കൂടെ വെച്ച് കൊടുത്താൽ മതിയല്ലോ, അല്ല ചായയും കൂടെ. ഒരെണ്ണം കഴിച്ചു നോക്കിട്ടേ. അതാ ആദ്യം കോരിയതാ, കഴിച്ചു നോക്കി. മധുരം കൂടിപ്പോയോ? അയ്യോ,
മാർക്കൊന്നും മധുരം വേണ്ട താനും. സാരമില്ല, എന്തായാലും ഉണ്ടാക്കിയായിരുന്നു. അല്ലേ ഇനി മുഴുവൻ ഞാൻ തന്നെ കഴിക്കേണ്ടി വരുമോ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കി വന്നതുകൊണ്ട് ഇങ്ങനെ ഉപകാരം ഉണ്ടല്ലേ. അതെ. ഇനി വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഏത്തക്ക പഴുത്ത ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ 2 ബോളി ഉണ്ടാക്കാം. എന്നൊക്കെ ഐഡിയ. 2 എടുത്തവഞ്ഞി പഴുത്ത 2 കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. നേരത്തെ നമ്മൾ ഉണ്ടാക്കുമല്ലായിരുന്നു സുഖി മിക്കവാറും. ഒത്തിരി നാളായിരുന്നു. അമ്മേ ചക്ക ഒരുക്കി പെറുക്കി ഞാൻ അരിഞ്ഞോണ്ടിരുന്നപ്പോഴത്തേന് അമ്മ വന്ന് മുളകും പത്തലമുളകും അരച്ചു വെച്ചു, ഉണക്കമീനും വറുത്ത് വെച്ചു. അപ്പൊ അച്ചമ്മച്ചിയുടെ വീതിന് ചക്ക വേവിക്കാൻ പോവാ. അപ്പൊ ചക്ക കൊണ്ട് അടുപ്പേ വെച്ച അച്ചമ്മച്ചി അരിഞ്ഞോണ്ടൊന്ന് വെച്ചു. ഇതിന് ഒരു പാത്രം വെള്ളം ഒഴിച്ചു കുഞ്ഞു പ്രായപ്പം. ഇനി അതിനകത്തോട്ട് ഉപ്പും കൂടി ഇടാൻ പോവാ. നമുക്കേ വേറൊരു പാത്രത്തിൽ വെക്കാം. എന്നാന്നോ ഷേസും സാറാമയും കൂടെ വരുന്നുണ്ട്. അപ്പൊ അധികം വെച്ചത്തേക്ക് എല്ലാം വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. കുറച്ചും കൂടെ വാരി വെക്കാം അതിനകത്ത്. എന്നാ മറ്റേ പാത്രം എടുക്ക്, നിങ്ങളുടെ അലുമിനിയത്തിന്റെ ഉരുളി. അച്ഛേ നേരത്തെ ചിക്കൻ വാങ്ങിക്കാൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ ഇന്ന് വേണ്ട, നാളെ മതി എന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ചിക്കൻ വാങ്ങിക്കാൻ കടയിൽ നിൽക്കുവാന്ന് പറഞ്ഞു. ഇപ്പൊ നാളെ വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ ഇരിക്കുവായിരുന്നു. അപ്പൊ അവര് വരുമ്പോ എന്നായോ അവർക്ക് പോകാൻ അവർക്ക് പോകാൻ ധൃതി ഉണ്ടെങ്കിൽ മീൻ വറുത്തത് മുളകരച്ചത് കൂട്ടി കൊടുക്കാം, ഇല്ലെങ്കിൽ കറി വെക്കാം അല്ലേ. അപ്പൊ ചക്ക നമുക്ക് ചക്ക ഇച്ചിരി മുഴുത്ത പാത്രത്തിലേക്ക് വെക്കാം. നമുക്ക് കുറച്ച് ചക്കയും കൂടി വാരിയിടാം. ചക്കയെ അടുപ്പിലോട്ട് വെച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിപ്പം അരപ്പും കൂടി ഇട്ടു. ഇനി ഒന്ന് വേകട്ടെ. നമ്മുടെ ജിമ്മൻ്റെ കസർത്തുകൾ കണ്ടോ? ഇനി ജിമ്മിൽ പോയിട്ട് വന്നിട്ടേ കുറേ മുട്ടയൊക്കെ എന്തോ എന്നാ മുട്ട വാട്ടിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇന്ന് ഷെയ്ക്ക് അടിച്ചില്ലല്ലേ? അപ്പം ഒന്ന് മുട്ടയും കഴിച്ചിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യുന്നത്. ജിമ്മിൽ പോയിട്ട് പിന്നെ ഇതൊക്കെ എന്തിനാടേ? പൊക്കം വെക്കാനോ? അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ? കേശു ചക്കപ്പുഴുക്ക് കണ്ടിട്ടില്ലെന്നാ പറഞ്ഞേ, ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാ കേട്ടോ ചക്കപ്പുഴുക്ക്. അവന് കാണണ്ട. നീ കഴിച്ചോടാ? കഴിച്ചു. നേരത്തെ കഴിച്ചോ? ചോറ് എന്നിട്ട് നീ ഇത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞോ? ആണോ? കപ്പളങ്ങാത്ത പറഞ്ഞ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കൂടെ കഴിച്ചാലോ? പകലുറങ്ങാത്തോണ്ടേ ഉറക്കം വന്നിട്ട് വയ്യ. അതെല്ലേ, ഉള്ള ടി വി എല്ലാം കണ്ട് ശകലം കഴിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്? വേണ്ട, ഉറങ്ങിപ്പോയി. പോയി കിടന്ന് ഉറങ്ങിക്കോ. പോപ്പിയും കഴിച്ചോ? പോപ്പിയും കൊണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. അതാണ്ട പോപ്പിയുടെ കൂടെ പോക്കോ. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മുടെ ചക്കപ്പുഴുക്ക്, ഉണക്കമീന് ആണോ? എപ്പോ വെള്ളത്തിൽ ഇട്ടതാ? പിന്നെ നമ്മുടെ ഇതാണ് ഹൈലൈറ്റ്, മുളകരച്ചത്. നല്ല എരിവ് അതിന്. അതെല്ലേ, എനിക്ക് മീൻ വേണമെന്നില്ല, നല്ല സൂപ്പർ മുളക. അപ്പം മാങ്ങാച്ചാറുണ്ട്. ആ മാങ്ങയ്ക്ക് ഭയങ്കര പുളിയാ. കൊള്ളാം കേട്ടോ, നല്ല ചക്കപ്പുഴുക്ക്. ഇതാ അതാ നിനക്കെടുത്ത് വെച്ചേ. അത് കുഴപ്പമില്ല, എനിക്ക് ഇത് മതി. കുഞ്ഞിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ശകലം എടുത്ത് വെച്ചു. വേണ്ടെന്ന് പറഞ്ഞു ശകലം തോണ്ടി തിന്നേച്ച് പറയാ. സൂപ്പറായി. ഈ ഉണക്കമീൻ വറുത്ത കൂട്ടി കഴിക്കുമ്പോൾ നല്ല ചക്കപ്പുഴുക്കൻ ഏറ്റവും നല്ല ഉണക്കമീൻ വറുത്തതാ. കാന്താരി ഇല്ലല്ലേ? പച്ചക്കാന്താരി ഇല്ല. പച്ചക്കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഉണക്കക്കാന്താരി ഉണ്ടായിരുന്നു. ഇന്ന് പുളിയുടെ ഒരു കൂട്ടാൻ സമയം കിട്ടിയില്ലല്ലേ? ചക്ക കൊണ്ടുവന്നോണ്ട് അതിന്റെ പുറകെ പോയി. അപ്പൊ നാളെ മുതൽ ബാക്കി സാധനം ഓരോരുത്തർ വർത്താനം പറയാനും ചക്കായൊക്കെ വന്നു. സാറാമ്മ കഴിക്കാൻ വരുമെന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് റെഡിയാക്കിയത്. പക്ഷെ പാഴ്സൽ കൊടുത്തു വിട്ടില്ലേ? കൊടുത്തു വിട്ടു. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.